ഹലോ, എല്ലാവർക്കും ഡ്രോപ്സ് ആൻഡ് ഡ്രോപ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ കട്ട്ലേറ്റിന്റെ റെസിപ്പിയാണ്. അപ്പോൾ ഒട്ടും താമസിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ കട്ട്ലേറ്റ് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചിക്കനാണ്. ചിക്കന്റെ എല്ലില്ലാത്ത പീസുകളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്കൊരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1 ടീസ്പൂണ്, അതിനോടൊപ്പം തന്നെ കുരുമുളക് പൊടി 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനൊരു കുക്കറിനകത്തിലാണ് ഇത് എടുത്തിരിക്കുന്നത്. കുക്കറിനകത്തിട്ട് വേവിക്കാനായിട്ടാണ് അതിലെടുത്തിരിക്കുന്നത്. ചിക്കൻ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ തീരെ കുറച്ച് വെള്ളം എടുത്തിട്ടുള്ളൂ. അപ്പോഴാണ് ഞാൻ ഓർത്തത് നമുക്ക് കട്ട്ലേറ്റിന് ഉരുളക്കിഴങ്ങ് വേണം. അപ്പോൾ അത് സെപ്പറേറ്റ് ഇനി വേവിക്കേണ്ടായല്ലോ, ഈ ചിക്കനകത്ത് തന്നെ ഇട്ട് നമുക്ക് ഒരുമിച്ച് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എടുത്തു വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് ഈ ചിക്കനിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അധികം വെള്ളം ഒഴിക്കേണ്ട, ചിക്കനകത്തുനിന്ന് തന്നെ വെള്ളം ഊർന്നിറങ്ങും. ജസ്റ്റ് ഒന്ന് വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മതി. ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ആ സമയത്ത് തന്നെ നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 3-4 കഷ്ണം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ചതച്ചും ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അധികം മൂത്ത് പോകണ്ട, ഒന്ന് വഴറ്റിയെടുത്താൽ മതി. കുറച്ച് ഉപ്പുകൂടി ചേർത്ത് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്, അപ്പോൾ അതനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ചിക്കനും ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കുക്കറിൽ ഒരു 2 വിസിൽ കേട്ടപ്പോൾ ഞാൻ അത് ഓഫാക്കി. അപ്പോൾ നമ്മുടെ പരുവത്തിന് അത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഉരുളക്കിഴങ്ങ് എല്ലാം മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനും ഉരുളക്കിഴങ്ങും 2ആയിട്ട് വേവിക്കാം. ഞാനൊരു എളുപ്പത്തിന് അങ്ങനെ ചെയ്തതാണ്. ഇനി ആ എടുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ആ ചിക്കനും നമുക്കെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പൊ നമ്മുടെ ചിക്കൻ നോക്കിയാൽ അറിയാം, നമ്മളൊന്ന് പിടിച്ചു നോക്കിയാൽ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ചിക്കന് ഒന്നുകിൽ അരച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കൈകൊണ്ട് തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് പിച്ചിക്കീറി ഇടാം. ഇനി നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കന് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ സവാളയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. ഈ സമയത്ത് ഒരു കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാലയോ ഗരം മസാലയോ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഞാൻ ആ സമയത്ത് ചേർക്കാനായിട്ട് വിട്ടുപോയി. ഇനി നമ്മൾ ആ ചിക്കനും സവോളയുള്ള മിക്സും അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഉടച്ചതും എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ചെറിയൊരു ചൂടോടുകൂടി തന്നെ യോജിപ്പിച്ചെടുക്കുന്നതാണ് നല്ലത്. ഈ ഒരു സമയത്താണ് ഞാൻ ഒരല്പം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഗരം മസാലയോ ചിക്കൻ മസാലയോ എന്ത് വേണേലും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു മുട്ട നമുക്ക് എടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചു വെക്കാം. ഇത് നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന ആ മിക്സ് കയ്യിൽ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്ത് ഒരു കട്ട്ലേറ്റിന്റെ ഷേപ്പിൽ ഒന്നാക്കിയെടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്കത് ചെയ്തെടുക്കാം. ഇതിനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒരുമിച്ച് അടിച്ചു വെച്ചിരിക്കുന്നതാണിത്. അതിലൊന്ന് മുക്കിയെടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രെഡ് പൊടിച്ച് വെച്ചിരിക്കുന്നതാണിത്. ഇതിലൊന്ന് മുക്കിയെടുക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാൻ എടുത്ത് അതിൽ എണ്ണ ഒന്ന് ചൂടാകാനായിട്ട് വെക്കാം. ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന
ഓരോ പീസുകളും ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ബ്രെഡിന്റെ പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. നമുക്ക് ഓരോ സൈഡും തിരിച്ചു മറിച്ചു വിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ എടുത്തു വെച്ചിരിക്കുന്ന മറ്റുള്ള കട്ട്ലേറ്റ് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലേറ്റ് ആണ്. നല്ല ക്രിസ്പിയാണത്, അതേപോലെ തന്നെ അതിൻ്റെ അകവശം നല്ല സോഫ്റ്റുമാണ്. എല്ലാവരും ഇത് ചെയ്തു നോക്കണം. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി താങ്ക്സ്. പിന്നെ എല്ലാ തവണയും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.